ഈ വീഡിയോയിൽ കുറേ ഗ്ലോബൽ ഇവന്റ്സ് ആണ് നോക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പാകിസ്ഥാനിലെ ഒരു ട്രെയിൻ ഹൈജാക്ക് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോകൾ പല ചാനലുകളും കിടപ്പുണ്ട്. പക്ഷെ നമ്മൾ പാകിസ്ഥാനിൽ ഇങ്ങനെ സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. നിങ്ങളത് കാണണം. കാരണം അത് കണ്ടിട്ട് ഈ വീഡിയോ കാണുമ്പോഴേ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. കാര്യം പാകിസ്ഥാനിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം, ഈ BLA എന്ന് പറഞ്ഞ ഈ ഒരു ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറഞ്ഞ ഈ ഒരു സംഘടന, ഇവർ പുതിയതായിട്ട് സിന്ധ് അതുപോലെയുള്ള പ്രവിശ്യകളിലൊക്കെ ചേർന്ന് ഇവർ ഒരുമിച്ച് ഒരു പുതിയ ആർമി രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വളരെ ഓപ്പൺ ആയിട്ട് തന്നെ ഇനി ആക്രമണങ്ങൾ നടത്തുമെന്നും അതുപോലെ തന്നെ ഈ ഗൊറില്ല ആ ഒരു യുദ്ധമുറയല്ല ഇനി അവർ ഫോളോ ചെയ്യാൻ പോകുന്നതെന്നും അവരൊരു അത്തറൈസ്ഡ് മിലിറ്ററി ആയിട്ട് പ്രവർത്തിക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അത് പോയി ആദ്യം കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ബേസിക് ആയിട്ട് ഒരുപാട് കീ ഇൻഫർമേഷൻസ് ആ വീഡിയോയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ആക്രമണങ്ങൾ തുടരെ നടക്കാൻ പോകുന്നത്. ഇപ്പൊ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിനും ഒരു വ്യക്തത കിട്ടും. അപ്പൊ ഇതിനകത്ത് ഞാൻ മറ്റുള്ള മീഡിയാസ് പറയാത്ത രീതിയിലുള്ള ചില കീ ഇൻഫർമേഷൻസ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇവരിപ്പോ ഈ ബലൂചിസ്ഥാൻ ആർമി അഥവാ ഈ ഒരു BLA എന്ന് പറഞ്ഞ ഈ ഒരു ആർമി എന്തുകൊണ്ടാണ് ഇപ്പൊ ഒരു ട്രെയിനിനെ ഹൈജാക്ക് ചെയ്തത്? കാര്യം ഈ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ക്വറ്റ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് പെഷാവർ വരെ പോകുന്ന ഒരു ട്രെയിനാണ്. അപ്പൊ ഇത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം നിർത്തി വെച്ചിരുന്നു. കാര്യം വേറെ ഒന്നുമില്ല, ഇങ്ങനെ ഒരു സംഘർഷമുണ്ട്, ഇത് ഓൾറെഡി തന്നെ ഇതൊരു സേഫ് റൂട്ട് അല്ല എന്നുള്ള കരുതൽ കൊണ്ട് തന്നെയാണ് ഇത് നിർത്തി വെച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ അവർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരാഴ്ചയായി. ഈ ഒരാഴ്ചയായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഇപ്പൊ പ്രത്യേകിച്ച് ഇതിനകത്ത് സംഭവിക്കാനുള്ള കാരണം വെച്ചാൽ കുറെ ആർമി ഓഫീസേഴ്സ്, അതായത് പാകിസ്ഥാൻ മിലിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ആർമി ഓഫീസേഴ്സ്, കുറെ ഇന്റലിജൻസ് ഓഫീസേഴ്സ് ഒക്കെ ഇവര് അവധിയിലായിരുന്നു. അപ്പൊ അവധി കഴിഞ്ഞ് അവർ ഈ ട്രെയിൻ യൂസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ BLAക്ക് കിട്ടിയതിനെ തുടർന്നാണ് അവര് ഈ ഒരു ട്രെയിനിനെ ഹൈജാക്ക് ചെയ്തത്. ഓക്കെ, ഇപ്പൊ ഈ ഒരു ഹൈജാക്ക് ചെയ്തത് ഇപ്പൊ ഇവരുടെ ഒരു പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇവർ വെച്ചിരിക്കുന്ന പോളിസി എന്ന് പറഞ്ഞാൽ ഹൈ പ്രൊഫൈൽ കേസുകളാണ് ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ബലൂചിസ്ഥാൻ ആർമി എന്ന് പറഞ്ഞാൽ തന്നെ അവർ പണ്ട് തൊട്ടേ ഹൈ പ്രൊഫൈലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം വേറെ ഒന്നുമില്ല, ഇവർ സാധാരണക്കാരെയോ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളെയോ അല്ലെങ്കിൽ സ്ത്രീകളെയോ കുട്ടികളെയോ ഒന്നും ഇവരെ ആരെയും ഇവർ ഉപദ്രവിക്കാറില്ല. ഇപ്പൊ ഈ ബലൂചിസ്ഥാൻ ആർമി പാകിസ്ഥാൻ ആർമിക്ക് സൃഷ്ടിക്കുന്ന ഒരു തലവേദന എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല. ഇത് പാകിസ്ഥാന്റെ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഷഹബാസ് ഷെരീഫിന്റെ കസാര വരെ തെറിക്കാനുള്ള എല്ലാവിധ മാർഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ബലൂചിസ്ഥാൻ ആർമിക്ക് എന്താണ് വേണ്ടത്? അവർ ചോദിക്കുന്നത് നിങ്ങൾ നമ്മളെ വെറുതെ വിടൂ, ഞങ്ങളെ വിട്ടേക്കൂ, ഞങ്ങളെ പാകിസ്ഥാനുമായിട്ട് കൂട്ടിച്ചേർക്കണ്ട, ഞങ്ങളെ ബലൂചിസ്ഥാനായിട്ട് അങ്ങ് വെറുതെ വിട്ടേക്കുക. അതാണ് അവരുടെ ഏക ആവശ്യം എന്ന് പറയുന്നത്. ആ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ പാകിസ്ഥാൻ തയ്യാറാവുന്നില്ല. കാര്യം വേറെ ഒന്നുമില്ല, ഈ ഗൗഡാർ പോർട്ട് എന്ന് പറഞ്ഞ ഈ ഒരു ചൈനയ്ക്ക് നല്ല രീതിയിൽ കയറി നിരങ്ങാനുള്ള സ്ഥലവും സംവിധാനങ്ങളെല്ലാം തന്നെയും ഈ പാകിസ്ഥാൻ ഈ ബലൂചിസ്ഥാൻ ഏരിയയിൽ ഒതുക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പാകിസ്ഥാൻ ആർമിക്കായാലും പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തിനായാലും ഈ ഒരു പ്രൊവിൻസിനെ ഇങ്ങനെ തള്ളിക്കളയാൻ പറ്റാത്തത്, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തത്. ഗൗഡാർ പോർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറയണ്ടല്ലോ, അതായത് സീപക് കോറിഡോറിന്റെ ഒരു ക്രൗൺ ഓഫ് ജ്വൽ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പോർട്ടാണ് ഈ ഗൗഡാർ എന്ന് പറയുന്നത്. ചൈനയ്ക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ അവിടെ ചൈന ഒരു എയർപോർട്ടും കൂടെ പണിത് കൊടുത്തിട്ടുണ്ട്. എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 3 കോടിക്ക് പണിയാനുള്ള എയർപോർട്ട് 7 കോടി ചെലവാക്കി പണിതിട്ടുണ്ട്. പാകിസ്ഥാൻ ഒന്നും ചോദിക്കാൻ കഴിയില്ല. കാര്യം വേറെ ഒന്നുമില്ല, കടത്തിനാണ് പണിയുന്നത്. അപ്പൊ ക്രെഡിറ്റ് ആകുമ്പോഴത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ചോദിക്കാനും പറ്റത്തില്ല. ഈ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ചൈനയുടെ 1-2 ഫ്ലൈറ്റ് മാത്രമേ അവിടെ ഇറങ്ങുന്നുള്ളൂ. അത് ഈ എംപ്ലോയീസിനെ കൊണ്ടുവരുന്ന ഫ്ലൈറ്റുകൾ മാത്രമാണ് അവിടെ ലാൻഡ് ചെയ്യുന്നത്. അല്ലാതെ വേറെ അവിടെ നിന്ന് ഒരു ഫ്ലൈറ്റും പോകുന്നില്ല. ഇന്റർനാഷണൽ ചാർട്ടറിൽ പോലും ആ ഒരു എയർപോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ ആ എയർപോർട്ട് ഡമ്മി ആയിട്ട് അവിടെ ഉണ്ട്. ഇതേപോലെ ഒരു എയർപോർട്ട് നേപ്പാളിലുണ്ട്, ഇതേപോലെ ഒരു എയർപോർട്ട് ശ്രീലങ്കയിലുണ്ട്. ഇതെല്ലാം നമ്മൾ നോട്ട് ചെയ്യണം കേട്ടോ. ഇതെല്ലാം ചൈന ഒരുക്കി വെച്ച കെണികളാണ്, കടക്കണികളാണ്. അല്ലാതെ അവിടെ എയർപോർട്ട് ഒന്നും അല്ലാതെ ശരിക്കും എയർപോർട്ട് മാതിരി അവിടെ പണിത് വെച്ചിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു 400 പേരാണ് ഈ ട്രെയിനിലുണ്ടായിരുന്നത്. ഈ ട്രെയിനിന്റെ വിഷയത്തിലേക്ക് വരാം. 400 പേരാണ് ഈ ട്രെയിനിലുണ്ടായിരുന്നത്. ഈ 400 പേരിൽ ഇവരെന്താണ് ചെയ്തിരിക്കുന്നത്? എല്ലാവരും 400 പേര് എന്ന് പറഞ്ഞപ്പോൾ 400 പേരല്ല ഇവർ പിടിച്ചു വെച്ചിരിക്കുന്നത്. ഇവരാകെ 100 പേരെ ഇവർ പിടിച്ചു വെച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവർ പിടിച്ച ഉടനെ തന്നെ ഇവർ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞാൽ, ഈ ട്രെയിനെ ഹൈജാക്ക് ചെയ്ത ഉടനെ തന്നെ ഇവർ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞാൽ അവിടെ നല്ല രീതിയിലുള്ള ഫൈറ്റ് ബാക്ക് ടു ബാക്ക് ഈ ഒരു ആർമി പാകിസ്ഥാൻ ആർമിക്കും ബലൂചിസ്ഥാൻ ആർമിക്കും നല്ല രീതിയിലുള്ള തുരിതര ഫൈറ്റ് അറ്റാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഈവൻ ഫിസിക്കൽ ആക്രമണങ്ങൾ വരെ നടന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ രീതിയിൽ സസ്റ്റെയിൻ ചെയ്ത്, അപ്പൊ ആ രീതിയിൽ രണ്ടുപേരും ബാക്ക് ടു ബാക്ക് ഫൈറ്റ് ചെയ്ത് അവസാനം BLA ഈ ബലൂചിസ്ഥാൻ ആർമി ഈ ട്രെയിനിനെ കൺട്രോളിൽ എടുക്കുകയാണ്. ഇവർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കൺട്രോളിൽ എടുത്തിട്ട് ഇവർ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ സ്ത്രീകളെല്ലാം ഒഴിവാക്കി വിട്ടു, പിന്നെ കുട്ടികളെയൊക്കെ ഒഴിവാക്കി വിട്ടു. ഏതെങ്കിലും സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ സ്റ്റുഡൻസുകളെല്ലാം ഒഴിവാക്കി വിട്ടു. ഈവൻ ആണായാലും പെണ്ണായാലും സ്റ്റുഡൻസിനെ എല്ലാവരും എല്ലാം ഒഴിവാക്കിയിട്ട് ഇവർ കൃത്യം ഈ ബറ്റാലിയൻസ് അഥവാ ഈ ഒരു പാക് ആർമി ഉദ്യോഗസ്ഥർ, ലീവിന് പോയ പാക് ആർമി ഉദ്യോഗസ്ഥർ, അതേപോലെ ഈ ആർമിക്ക് വേണ്ടി പണിയെടുക്കുന്ന സെക്കൻഡ് ലെവലിലുള്ള ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ, ഇവരൊക്കെ ചേർത്തിട്ട് മൊത്തത്തിൽ 100 പേരെയാണ് ഇപ്പൊ ഇവർ പിടിച്ചു വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോ ഇവരുടെ ഡിമാൻഡ് എന്തുകൊണ്ടാണ് ഇവർ പിടിച്ചു വെച്ചിരിക്കുന്നത്? ഇവരുടെ ഡിമാൻഡ് എന്താണ്? ഇവരുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഫർദർ ആയിട്ട് ഈ ഒരു പേരും പറഞ്ഞ് ഈ ട്രെയിൻ ബലൂചിസ്ഥാൻ ആർമി ഈ ട്രെയിൻ ക്യാപ്ചർ ചെയ്ത് അല്ലെങ്കിൽ ഈ ട്രെയിൻ പിടിച്ചെടുത്തു എന്നുള്ളതിന്റെ പേരിൽ ഒരു ആക്രമണം
പാകിസ്ഥാൻ ആർമി ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു ആക്രമണം വരുന്നെങ്കിൽ ഇവരെ വധിക്കും. ഈ 100 പേരെയും വധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്പൺ ഡിക്ലറേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. പാകിസ്ഥാൻ ആർമി എന്താണ് ചെയ്യാൻ പോകുന്നത്? പാകിസ്ഥാൻ ആർമിക്ക് എന്ത് ഓപ്ഷൻ ആണുള്ളത്? ഇവർ ആർമി എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പുവർ പീപ്പിൾ റിച്ച് ആർമി, ഇത് തന്നെയാണ് അവരുടെ ഒരു മോട്ടോ എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലാണ് അവിടുത്തെ ബിഹേവിയർ. അവിടുത്തെ ഏറ്റവും കൂടുതൽ ശമ്പളം പറ്റുന്ന ഹൈ ലെവൽ ഉദ്യോഗസ്ഥന്മാരായിട്ട് ജീവിക്കുന്ന നല്ല റിച്ച് പീപ്പിൾ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ആർമി ഉദ്യോഗസ്ഥരാണ്. പാകിസ്ഥാനിൽ ഒരു നോർമൽ ആയിട്ടുള്ള ഒരാളും ഇങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല. ആ രീതിയിലുള്ള വരുമാനം പാകിസ്ഥാൻ ആർമിക്കുണ്ട്, പക്ഷെ പാകിസ്ഥാൻ ജനങ്ങൾക്കില്ല. ബലൂചിസ്ഥാൻ ഇത്രമാത്രം എഫക്റ്റീവ് ആയിട്ട് ഇതിനകത്ത് ഇപ്പൊ ഈ ഒരു കാര്യം മുന്നോട്ട് വരുന്നതിന് കാരണം ചൈനയാണ് ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ. ഈ ചൈനയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ആസിം മുനീർ ആണ് ഇപ്പൊ അവിടുത്തെ മേജർ ജനറൽ ആയിട്ടുള്ളത്. ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ആള് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അയാൾ ആ രാജ്യത്തുണ്ടോ? അയാൾ പൈസയൊക്കെ മോട്ടിച്ച് ഈ മിക്കവാറും പാകിസ്ഥാനികളിലുള്ള ഈ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരെല്ലാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പാപ്പറായിട്ട് വന്ന് പോസ്റ്റിംഗിൽ കയറുക, അതിനുശേഷം അവിടെ നിന്ന് നല്ല രീതിയിൽ പൈസ ബില്യൺ കണക്കിൽ മോട്ടിച്ചുകൊണ്ട് ഫോറിൻ രാജ്യങ്ങൾ, ഏതെങ്കിലും അറബ് രാജ്യങ്ങളിൽ പോയി സെറ്റിൽ ആവുക. ഇതേപോലെ മോട്ടിച്ചുകൊണ്ട് പോയി അവിടെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ അറബ് രാജ്യങ്ങൾ നിരുപാധികം ഓക്കെയാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ വന്ന് താമസിച്ചോ എന്നാണ് പറയുന്നത്. കോടിക്കണക്കിൽ സ്വത്തുക്കളുടെ ഉടമകളാണ് ഈ പാകിസ്ഥാന്റെ ആർമിയിൽ നിന്ന് റിട്ടയർഡ് ആയി പോയ ഉദ്യോഗസ്ഥന്മാരെല്ലാം. ഇവർക്കെല്ലാം ഫോറിനിൽ UK ഉൾപ്പെടെ മിക്കവാറും അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ നല്ല രീതിയിലുള്ള അസറ്റ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ബലൂചിസ്ഥാൻ മേഖലയിൽ എന്താണ് ഇത്രമാത്രം ഈ ഒരു ചൈന ഇത്ര താല്പര്യം കൊണ്ട് അവിടെ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയിൽ, നിങ്ങൾ ആ വീഡിയോ മസ്റ്റായിട്ടും കാണുക. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആ റെയർ എർത്ത് മിനറൽസ്, അതേപോലെ ഗോൾഡ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു ബലൂചിസ്ഥാൻ മേഖലയിലുള്ളത്. ആ ലാൻഡിന്റെ ഒരു നേച്ചർ തന്നെ ഗോൾഡ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതുപോലെ തന്നെ ഇപ്പൊ ഗോൾഡിന് ഉപരിയായിട്ട് കോപ്പറും കൂടെ ചൈന അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. കോപ്പർ, മനസ്സിലായി? ഇപ്പൊ ഇത് രണ്ടും തന്നെ വളരെ വാല്യൂബിൾ ആയിട്ടുള്ള രണ്ട് സാധനങ്ങളാണ് അവിടെ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത്. ചൈന തുടരെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ചൈന ആ ലാൻഡിലുള്ള ആ ബലൂചിസ്ഥാൻ ആൾക്കാരെ കൊണ്ട് ഈ പണി ചെയ്യിപ്പിക്കാത്തത്? കാരണം വേറെ ഒന്നല്ല, ഇവർ ഇവിടെ നിന്ന് എന്താണ് എടുത്തുകൊണ്ട് പോകുന്നത് വളരെ വ്യക്തമായിട്ട് ആ ലാൻഡിലുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇവർ ഡയറക്റ്റ് എവിഡൻസ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവർ ചൈനയിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് ഈ മൈനിങ് നടത്തുന്നത്. ചൈനയിൽ നിന്ന് ആൾക്കാരെ 1000 കണക്കിൽ 2000 കണക്കിൽ 3000 കണക്കിൽ കൊണ്ടുവരുന്നത് ഇത് ബലൂചിസ്ഥാന്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള പ്രശ്നമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം ലോക്കൽസിന് ജോലി തരുന്നില്ല എന്നുള്ള ഒരു നിലപാടാണ് അവിടെ ഉള്ളത്. ഇതിനെതിരെയാണ് ഈ ജനങ്ങൾ മൊത്തം, അതായത് ഞങ്ങൾക്ക് 5 പൈസയ്ക്കുള്ള വരുമാനമോ ജോലിയോ നിങ്ങൾ തരുന്നില്ല, പക്ഷെ ഞങ്ങളുടെ ലാൻഡിൽ വന്ന് നിരുപാധികം നിങ്ങൾ ഇവിടുത്തെ സ്വത്തുക്കളെല്ലാം ലൂട്ട് ചെയ്തുകൊണ്ട് പോവാണ്. ഇത് വളരെ വാലിഡ് ആയിട്ടുള്ള പരാതിയാണ്. ഇതിന് ചെറിയ 2 എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ ഇതിനകത്ത് ഒരു കമ്പനി നിങ്ങൾ നോക്കിക്കോ, റെക്കോഡിക് എന്ന് പറഞ്ഞൊരു കമ്പനി. റെക്കോഡിക് എന്ന് പറഞ്ഞാൽ ഇത് ബലൂചിസ്ഥാനിൽ തന്നെയാണ് ഈ ഒരു കമ്പനി ഫോം ചെയ്തിരിക്കുന്നത്. ഇത് ഫോം ചെയ്തിരിക്കുന്നത് ബലൂചിസ്ഥാന്റെ കമ്പനിയോ പാകിസ്ഥാന്റെ കമ്പനിയോ അല്ല, ഇത് ചൈനയുടെ കമ്പനിയാണ്. ചൈനയുടെ കമ്പനി പാകിസ്ഥാനിലെ ഉള്ളില് ബലൂചിസ്ഥാൻ പ്രൊവിൻസിൽ, ഇത് ബലൂചിസ്ഥാൻ മേഖലയിൽ ഈ കമ്പനി സ്ഥാപിച്ചിരിക്കുകയാണ്. ഇത് ഈ മൈനിങ്ങിന് വേണ്ടി മാത്രം ഫോം ചെയ്ത ഒരു കമ്പനിയാണ് റെക്കോഡിക്. REKODIQ എന്നാണ് ഇതിന്റെ സ്പെല്ലിംഗ് വരുന്നത്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയോ, ഓൺലൈനിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസും കിട്ടുന്നതായിരിക്കും. ഇത് ബലൂചിസ്ഥാനിലെ ചഗായ് എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു കമ്പനി സ്ഥിതി ചെയ്യുന്നത്. ബലൂചിസ്ഥാനിലെ ചഗായ് ഡിസ്ട്രിക്ട്. അപ്പൊ ഇതിനൊപ്പം തന്നെ ബാരിക് ഗോൾഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയും കൂടെ ഉണ്ട്, ബാരിക് ഗോൾഡ്. ഈ ബാരിക് ഗോൾഡ് കമ്പനിയും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു മൈനിങ് നടത്തുന്നത്. ഈ 2 കമ്പനികളാണ് ഇതിനകത്ത് ബലൂചിസ്ഥാൻ മേഖലയിൽ വളരെ കീ ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് തരാനുള്ളത്. ഇവർ രണ്ടുമാണ് അവിടെ ലൂട്ടിംഗ് നടത്തുന്ന കമ്പനികൾ. ഇതിന്റെ മേജർ ഷെയർ ഹോൾഡർ ചൈനയാണ്. ഫുൾ 100% ചൈനീസ് കമ്പനിയാണിത്. ഇത്തരം വിഷയങ്ങൾ അവിടെ നിന്ന് ലൂട്ട് ചെയ്ത് കൊണ്ടുപോകാൻ തന്നെ ആ പരിസരത്തുള്ള ജനങ്ങൾക്ക് നോ ഫെസിലിറ്റീസ്, നോ ഫാക്കൽറ്റീസ്. അവിടെ ഒരു തരത്തിലുള്ള ആ ലാൻഡ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, അത്രയും ഡ്രൈ ലാൻഡ് ആണിത്. അപ്പൊ അവിടെ ഒരു രീതിയിലുള്ള ഫെസിലിറ്റീസോ ഒന്നും തന്നെ ഈ ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇത് പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ തന്നെ ഒരു പിടിപ്പുകേടാണ്. പാകിസ്ഥാൻ ആർമിയുടെ നിലപാടും ശരിയല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ജനങ്ങൾ ഇതിനെതിരെ വരുന്നത്. ഇപ്പൊ ഇതിൽ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഇതിനകത്ത് പാകിസ്ഥാനെ ഹെൽപ്പ് ചെയ്യുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ കാര്യം, ഇനി അഥവാ ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇനിയിപ്പം ഹെൽപ്പ് ചെയ്യുന്നതിനെ വെച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ തന്നെ ഈ BLA എങ്ങനെയാണ് കൗണ്ടർ ഫയർ ചെയ്യാൻ പോകുന്നത്? അപ്പൊ അങ്ങനെ അതിനെ എതിർത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു ആർമി എങ്ങനെ പാകിസ്ഥാന്റെ ഉള്ളിൽ വരും? ചൈന എന്തുകൊണ്ടാണ് ഇപ്പൊ ചൈനയ്ക്കും തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. എന്തുകൊണ്ട് ചൈനീസ് ആർമിയുടെ ഒരു സഹായം പാകിസ്ഥാൻ തേടിക്കൂടാ? ചൈനീസ് ആർമി വരില്ല. കാരണം ചൈനീസ് ആർമി ഇതിനൊന്നും കപ്പാസിറ്റി ഉള്ള ആർമി അല്ല, അതാദ്യം മനസ്സിലാക്കുക. ചൈനയുടെ ആർമിക്ക് ഈ രീതിയിൽ പൊരുതാനൊന്നും കഴിയില്ല. പ്രത്യേകിച്ച് ബലൂചിസ്ഥാൻ ആർമിയുടെ അടുത്തൊന്നും പിടിച്ചു നിൽക്കാനുള്ള യാതൊരു കപ്പാസിറ്റിയും ചൈനയ്ക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ചൈനയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ഇതിന് ഈ ഒരു ബാറ്റിലിന് പോയി കഴിഞ്ഞാൽ നമ്മൾ നാണം കെടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചൈന നൈസിന് മാറുന്നത്. ചൈന എപ്പോഴും ചൈനയുടെ കുരുട്ട് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചൈന എന്ത് ചെയ്യും? ചൈന പാകിസ്ഥാനെ ബൂസ്റ്റ് ചെയ്തു. നിങ്ങളാണ് ഇത് നോക്കേണ്ടത്, നിങ്ങളുടെ രാജ്യമാണ്, നിങ്ങളാണ് ഞങ്ങൾക്ക് സേഫ്റ്റി ഉറപ്പുവരുത്തേണ്ടത്, നിങ്ങൾ ഞങ്ങൾക്ക് സെക്യൂരിറ്റി തരും എന്ന് പറഞ്ഞിട്ടാണോ നമ്മളിവിടെ വന്നിരിക്കുന്നത്? ഈ രീതിയിലുള്ള ചാലഞ്ചസ്, ഈ രീതിയിലുള്ള മോട്ടിവേഷൻസ് ഒക്കെ കൊടുത്തുകൊണ്ട് പാകിസ്ഥാൻ ആർമിയെ ചൈന നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്ത് വിടും.
അതായത് നിങ്ങൾ പോയി നിങ്ങൾ അടിച്ച് കൊല്ല് വെട്ട് എന്തെങ്കിലും ചെയ്യും, പക്ഷെ നമ്മൾ ഇതിനകത്ത് ഇടപെടത്തില്ല. ഞങ്ങൾക്ക് വേണ്ടത് മിനറൽസും ഇതേപോലെ തന്നെ ഞാൻ ഒരുപാട് പൈസ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് എടുത്തുകൊണ്ട് പോകും എന്നുള്ളൊരു അവകാശവാദം പറഞ്ഞുകൊണ്ട് ചൈന അതിനകത്ത് മുതലെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ഇനിയിപ്പോ അടുത്ത് വരാൻ പോകുന്ന ഏറ്റവും വലിയ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? പാകിസ്ഥാൻ ഈ ഒരു ന്യൂക്ലിയർ വെപ്പൺ വെച്ചിട്ടുണ്ട്, ഇതിന്റെ സേഫ്റ്റി, ഇതിന്റെ സെക്യൂരിറ്റി, ഇതിന്റെ റിലയബിലിറ്റി ഇത് ആര് കാത്തു സൂക്ഷിക്കും? അപ്പൊ ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ചോദ്യങ്ങൾ. ഇത് ഇനി ഒരുപാട് പ്രശ്നങ്ങൾ പാകിസ്ഥാൻ ഫേസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. പാകിസ്ഥാൻ നമ്മൾ പറഞ്ഞു നടക്കുന്നതിനെ പല രീതിയിലുള്ള പ്രൊവിൻസ് ആയിട്ട് മാറി തിരിഞ്ഞു പോകാനുള്ള അവസ്ഥയാണ്, അതിനുള്ള ഒരു തുടക്കമായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഇതിനകത്ത് ഇറാന്റെ പ്രൊവിൻസ്, ഇപ്പൊ ഈ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മേഖല പാകിസ്ഥാനിൽ നിന്ന് സെപ്പറേറ്റ് ആകാന്ന് പറഞ്ഞാൽ ഈ ബലൂചിസ്ഥാനിന് അഫ്ഗാനിസ്ഥാനുമായിട്ട് കണക്ഷൻ ഉണ്ട്, ഇറാനുമായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു നിർണായകമായിട്ടൊരു മേഖലയാണ്. ഇതൊരു ജിയോ പൊളിറ്റിക്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാറ്റത്തിന് വഴിവെക്കും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടുമില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഞാൻ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ വെക്കാം, അതും കൂടെ കണ്ടോളൂ, എന്നാലേ ഇതിന്റെ ഒരു കണക്ടിവിറ്റി നിങ്ങൾക്ക് കിട്ടുള്ളൂ. കാര്യം വേറെ ഒന്നുമില്ല, തുടരെ ഇനി പാകിസ്ഥാനിൽ ആക്രമണങ്ങൾ നടന്നുകൊണ്ട് തന്നെ ഇരിക്കും. നമ്മൾ ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് സ്ഥിരം തരുന്നെങ്കിൽ നിങ്ങൾ ഈ ആദ്യം മുതലേ കണ്ടുപോയാൽ മാത്രമേ ഇതിന്റെ ഒരു കണക്ഷൻ കിട്ടുള്ളൂ. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.